ഇതിപ്പോൾ കഴുകി നുറുക്കിയെടുത്ത പോർക്ക് പീസുകളാണ്. അത് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം ഉണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ 3 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. എല്ലായിടത്തും ഉപ്പും മഞ്ഞളൊക്കെ എല്ലായിടത്തും പിടിക്കണം. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. പോർക്കായതുകൊണ്ട് പെട്ടെന്ന് വേവും. നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും കൂടെ ചേർത്തു. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതും കൂടെ ചേർത്തു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. പുഴുങ്ങിയെടുക്കുക. പോർക്ക് പുഴുങ്ങിയെടുക്കുക എന്നാണ് പറയുന്നതിന്. അപ്പോൾ അതിലെ ഫാറ്റെല്ലാം കുറേ പോകും. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കാണിക്കാം. ആദ്യം നമുക്കിത് ഹൈ ഫ്ലെയിമിലിടാം. പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റ്സും കൂടെ വെച്ച് കുക്ക് ചെയ്യണം. പോർക്ക് പിക്കിളിനുള്ള പോർക്ക് ഞാൻ പുഴുങ്ങിയെടുക്കുകയാണ്. അത് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഞാൻ ഇട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തീ കുറച്ചു മീഡിയം ഫ്ലെയിമിലാക്കി. പോർക്കിനകത്തുനിന്നും കുറേ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചുകൂടെ വേവാനുണ്ട്. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. 20 മിനിറ്റ്സ് അല്ല, 35 to 40 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുക്കാവാൻ. ഞാൻ മീഡിയം ഫ്ലെയിമിൽ നിന്ന് മാറ്റി ഒരു ഹൈ ഫ്ലെയിമോ അല്ല മീഡിയമോ അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇട്ടേക്കുമായിരുന്നു. അപ്പം ഞാനെടുത്ത് നോക്കി. ഇപ്പം നമുക്ക് നന്നായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ട്. പോർക്ക് ഓൾമോസ്റ്റ് ഒരു 3/4 കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിപ്പം നല്ല വെള്ളത്തോട് ഗ്രേവിയോട് കൂടിയാണല്ലോ കിടക്കുന്നത്. ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യല്ല, വറുക്കല്ല. 2-3 റൊട്ടേഷൻ വേണം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുക്കുമ്പം ബീഫ് അല്ലെങ്കിൽ പോർക്ക് പിക്കിളിന് കുറച്ചും കൂടെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നല്ലെണ്ണയാണ് സാധാരണ അച്ചാറുണ്ടാക്കാൻ വേണ്ടത്. എന്നാലും ഈ ഇറച്ചി അച്ചാർ ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാനാണ് അങ്ങനെ ഉണ്ടാക്കുന്ന പിക്കിളാണെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നന്നായിട്ടൊരു 3/4 ഭാഗം പോർക്ക് ഓൾമോസ്റ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താണ്. ഇനിയിപ്പം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഒരുപാട് മുരിക്കൽ കട്ടിയായി പോവും. പോർക്ക് ഇതുപോലെ ഒരുവിധം ബ്രൗൺ ആയിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ട് വറക്കല്ല, അത് കട്ടിയായി പോവും. തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കല്ല് പോലെ ആയി പോവും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്ര കട്ടിയൊന്നും ആയിട്ടില്ല, എന്നാൽ നന്നായിട്ട് ഫ്രൈ ആയിട്ടുമുണ്ട്. പുറഭാഗം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു. ഉൾഭാഗം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്, അതുകൊണ്ടൊന്ന് പുറവ് ഔട്ട്സൈഡ് പോർഷൻ ഒന്ന് ബ്രൗൺ ആയാൽ മതി ഫ്രൈ ചെയ്തെടുത്ത്. ഇനി നമുക്കിത് ഒരു 2 ബാച്ചും കൂടെ വേണ്ടി വരും ഫുൾ ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്കിത് ചെയ്തെടുക്കാം. ഞാൻ സെക്കൻഡ് ബാച്ച് പോർക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഫ്രൈ ചെയ്ത പോർക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബാച്ചും കൂടെ ബാലൻസ് ഉണ്ട്. ഇതെല്ലാം പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ഇവയൊക്കെയാണ്. ഒരു
വലിയ കൂടം വെളുത്തുള്ളി ഞാൻ ചെറുതായി നീളത്തിലരിഞ്ഞാണ്. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി, അത് നീളത്തിലരിഞ്ഞത്. പിന്നെ കറിവേപ്പില ഒരു 3 തണ്ട്. എനിക്കിപ്പം വിൻ്ററെല്ലാം കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാം പൊട്ടിമുളച്ച് വന്ന കറിവേപ്പിലയാണ്, നല്ല ഫ്രഷാണ്. പിന്നെ വേണ്ടത് 3 വറ്റൽമുളകാണ്. ഞാൻ കൂടുതൽ പച്ചമുളക് ചേർക്കുന്നില്ല. എരിവ് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള പിക്കിൾ വേണ്ടവർക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ചെറിയ പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കാം. പിന്നെ വേണ്ട പൊടികൾ, മസാലപ്പൊടികൾ ഇവയാണ്. ഉപ്പ് 1 ടീസ്പൂൺ. ഞാൻ ഓൾറെഡി ഉപ്പ് പുരട്ടിയാണ് നമ്മൾ പോർക്ക് കുക്ക് ചെയ്തെടുത്തത്. ഇനിയിപ്പം കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഇൻഗ്രീഡിയൻസിലൊക്കെ ഉപ്പ് പിടിക്കണം. പിന്നെ അച്ചാറിന് കുറച്ച് കൂടുതൽ ഉപ്പ് വേണമല്ലോ, എന്നാലും ഉപ്പ് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് ഗരം മസാലയാണ്. ഗരം മസാല 1 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടീസ്പൂൺ. ഇത് കായമാണ്. കായം ഒരു 3/4 ടീസ്പൂൺ. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്, അതും ഒരു 3/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്കിട്ട് ഇപ്പോൾ വറുത്ത് കോരുന്ന എണ്ണയിൽ തന്നെ, നമ്മൾ പോർക്കിപ്പം വറുത്ത് കോരിയ എണ്ണയിലുണ്ടല്ലോ, അത് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാറുണ്ടാക്കിയെടുക്കാം. പിന്നെ വേണ്ടത് മസാലക്കൂട്ടിലേക്ക് നമുക്ക് ഫ്രഷായിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യാം, പൊടിച്ച് ചേർക്കാം. വേറെ വേണ്ടത് നമുക്ക് വിനാഗിരിയാണ്. വിനാഗിരി നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ച വിനാഗിരി വേണം ആഡ് ചെയ്യാൻ. ആ സെയിം ഓയിൽ തന്നെ വേറൊരു പാത്രത്തിലേക്ക്, വേറൊരു നല്ല ചൂട് കട്ടിയുള്ള ഒരു പാനിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് സ്ട്രെയിൻ ചെയ്തെടുത്തേക്കുവാണ്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യാം. കടുക് ഒരുവിധം ഫുൾ പൊട്ടിത്തീർന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലക്കൂട്ടെല്ലാം കൂടെ ഇട്ട് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊന്ന് മുരിച്ചെടുക്കാൻ. മസാലയെല്ലാം നന്നായിട്ട് മുരിച്ചെടുക്കണം. മസാലയെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച് നമ്മൾ നേരത്തെ തിളപ്പിച്ച് ആറിച്ച് വെച്ചിരുന്ന 1 കപ്പ് വിനാഗിരി ആഡ് ചെയ്യുകയാണ്. ഞാനൊരു 1 ടീസ്പൂൺ കൂടെ ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഈ അച്ചാർ കൂട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പോർക്ക് നമുക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും പുളിയെല്ലാം പോർക്കിൻ്റെ എല്ലാ പീസിലും നന്നായിട്ട് എത്തണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം, ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം ക്ലീൻ ആക്കിയ ഒരു കുപ്പിയിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്മളിതിപ്പം പോർക്കച്ചാർ ഒരു രാത്രി ഫുള്ള് ആ പാത്രത്തിൽ തന്നെ ഇരുന്ന് അതിൻ്റെ ഉപ്പും മുളകും പുളിയെല്ലാം നന്നായിട്ട് അതിൽ എല്ലാ പോർക്ക് പീസിലും പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി കുറച്ചൊന്ന് വറ്റിപ്പോയി. നമ്മൾ വിനാഗിരി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നല്ല ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ അച്ചാർ വേണമെങ്കിൽ വിനാഗിരിയുടെ കൂടെ തന്നെ നല്ല തിളപ്പിച്ചാറിച്ച വെള്ളവും കൂടെ ആഡ് ചെയ്യണം. 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം ഗ്രേവി കുറച്ചും കൂടെ ചാറോട് കൂടി കിട്ടും. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞാലും കുറച്ചൊരു തിക്നെസ് അല്ലെങ്കിൽ കുറച്ചൊരു ഗ്രേവി ഉണ്ടാവും. ഇതിൽ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിനി നമുക്ക് വേറെ നല്ലൊരു കുപ്പിയിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ബോട്ടിലായിരിക്കണം. ക്ലീനാക്കി വെയിലത്ത് വെച്ച് ഉണക്കി
തുടച്ചെടുത്ത ഒരു എന്താ പറയുന്നത്, ഒരു സംഭവങ്ങളും ഒരു വേസ്റ്റ് മെറ്റീരിയൽസും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലായിരിക്കണം. പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ സ്പൂൺ വെച്ചിട്ടായിരിക്കണം അച്ചാർ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ചെറിയ ബാൽക്കണി ഗാർഡനോടെ കാണിക്കാം. ബന്ദിയാണ്, ബന്ദിപ്പൂ ഉണ്ട്. എൻ്റെ കറിവേപ്പ് കണ്ടോ. വിൻ്ററിൽ ഒരു ഫ്രീസിങ് ഡേയിൽ ഞാൻ ഉള്ളിലെടുത്ത് വെക്കാൻ മറന്നുപോയി. അന്ന് ഫുൾ കരിഞ്ഞു പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി പോയായിരുന്നു. പിന്നെ അതിപ്പം സ്പ്രിങ് ആയപ്പോഴത്തേക്കും നന്നായിട്ട് പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. ഇത് വേറൊരു ചെടിയാണ്, സ്നാപ്പ് ഡ്രാഗൺ എന്ന് പറയും. നല്ല പൂവാണ്, നല്ല നമ്മുടെ വിഷു കണിക്കൊന്ന പോലെയാണ്, നല്ല കളർഫുള്ളാണ്. സ്നാപ്പ് ഡ്രാഗണിൻ്റെ തന്നെ വേറെ അതിൻ്റെ റെഡ് ഉണ്ട്, വൈറ്റ്, യെല്ലോ. ഈ യെല്ലോയും ഈ റെഡും പൊട്ടി സീഡ് വീണുണ്ടായതാണ്. ഞാൻ ഈ വർഷം വാങ്ങിച്ചതാണ് ഈ വൈറ്റ്. ഇത് പിന്നെ ജെറാനിയം എന്ന് പറഞ്ഞൊരു ചെടിയാണ്, അതിൻ്റെ നല്ല കളർഫുൾ പൂവാണ്. ഇത് ലോവ്സിന്ന് വാങ്ങിച്ചാണ് ഈ പ്രാവശ്യം.